ചേച്ചി ഞാനൊരു ഫോട്ടോ അല്ലേ ചേച്ചി എടുത്തു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ ഡോർ തുറന്ന് വേണം എനിക്കൊന്ന് പുറത്തേക്ക് പറഞ്ഞു അല്ല ഞാൻ ചോദിക്കണേ എന്താണെന്നറിയോ, നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ സ്നാക്സ് എന്തിനെടുത്തു? എന്റെ സ്നാക്സ് എന്തിനെടുത്തു? എന്റെ സ്നാക്സ് എടുക്കണമെങ്കിൽ എന്റെ പെർമിഷൻ വേണം, അല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ സ്നാക്സ് സോൾവിന്റെ അല്ല. അത് നിങ്ങൾ കാണിച്ച ചെറ്റത്തിലാണ്, അത് അറിയാമോ? കറക്റ്റ് ആണ് മാഡം പറഞ്ഞത്. അല്ല ശരിയല്ലേ? ഒരാളുടെ സ്നാക്സ് മറ്റൊരാൾ കട്ടെടുക്കാൻ പാടില്ല. ഞാൻ ചേച്ചിയുടെ ഒരു ഫോട്ടോ എടുത്ത് സ്നാപ്പ് എന്നാ ഉദ്ദേശിക്കുന്നത്. അല്ല എന്റെ ക്രാപ്പായാലും നിങ്ങൾ എന്തിനാ എടുത്തത്? റിലാക്സ് മാഡം, ഒരു മിനിറ്റ്. റിലാക്സ് എന്നോ? അതല്ല, ഞാൻ ഒരു കാര്യം എന്നെ നോക്കൂ പ്ലീസ്. ഓക്കെ, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതല്ല ജീവിതം പോലെ 3 പേര് അവിടെ ഇരിപ്പുണ്ട്. ഈ പ്രോബ്ലങ്ങൾ എല്ലാം ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി മാഡം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു പെണ്ണല്ലേ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ, നമ്മുടെ അനുവാദമില്ലാതെ റോഡിൽ കൂടെ പോയി ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുക്കുക. ചേച്ചി ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ്. നീ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ സ്ട്രീറ്റിൽ പോയി എടുക്കണം, അല്ലെ റോഡിൽ കൂടെ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ചേച്ചി റോഡാണ് സ്ട്രീറ്റ്. അപ്പൊ സ്ട്രീറ്റോ? അതല്ലേ സ്ട്രീറ്റ്. നീ എന്നെ അങ്ങനെ പഠിപ്പിക്കണം, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. എന്തിനാ ഒന്നും പറയാതെ നിൽക്കണത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ, ഞാൻ തീർത്തോളാം. എനിക്കറിയാം ഞാനൊരു പെണ്ണാണ്. പെണ്ണുങ്ങൾ കേട്ടിട്ട് ശബ്ദിക്കാൻ എന്തായാലും പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നത് തെറ്റാണ്, ശരിയല്ല. ചേട്ടാ ഞാൻ അറിയപ്പെടുന്ന ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. എന്റെ ഒരു ക്ലിക്ക് മതി ഫേമസ് ആവാൻ. അറിയാം. അല്ല ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, നമ്മുടെ ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന ഗോപിച്ചേട്ടൻ അറിയാം. ഗോപിച്ചേട്ടൻ ഇപ്പൊ എവിടെയാ? ഗോപിച്ചേട്ടൻ ചായ അടിച്ചുകൊണ്ടിരുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു. ഇത് വൈറലായി. ഗോപിച്ചേട്ടൻ ഇപ്പൊ ലണ്ടനിൽ ചായക്കട നടത്തുക. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് ഞാൻ. ഇപ്പൊ കിട്ടിയട്ടോ. ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൂടുതൽ കാണുന്നോണ്ടാണ്. ഇയാള് ഓൾറെഡി ഭയങ്കര വൈറലായുള്ള ആളാണ്. കാരണം ഈ പുള്ളിക്കാരൻ ഒരു കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിയുടെ താലി കെട്ടുന്നതില് ചിലന്തി വലയുടെ ഇടയിൽ കൂടി ഇയാൾ ഫോട്ടോ എടുത്തിട്ട് ഒരു വൈറലായില്ലേ ഫോട്ടോ? അത് ശരിക്കും സ്ത്രീ സ്വാതന്ത്ര്യം അല്ലേ താങ്കൾ ഇതിന്റെ അന്തർധാര ഉദ്ദേശിച്ചത്? അല്ലേ? എടുത്തിട്ടുണ്ടല്ലേ? അയ്യോ ഭയങ്കര ഫോട്ടോഗ്രാഫറാ. അത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു വർക്ക് വന്നു. പെട്ടെന്ന് വർക്ക് കിട്ടിയ സന്തോഷം ഞാൻ ക്യാമറ എടുത്തോണ്ട് പോയി എടുത്ത ഫോട്ടോയാ. ലെൻസിനകത്ത് വല ഇരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ കിട്ടിയതാ. നീ എന്നെ എന്ത് തലയിൽ വേണേലും കാണിച്ചു എന്റെ ഫോട്ടോ എടുക്കും. ചേച്ചി ഇതെന്റെ ജോലിയാണ്, ഞാൻ ഫോട്ടോ എടുക്കും. എന്റെ ഫോട്ടോ എടുക്കല്ലേ? എടുക്കും. ഞാൻ പറയാം, എന്റെ ഫോട്ടോ എടുക്കല്ലേ ചേച്ചി? ഞാൻ എടുക്കും. എടുക്കില്ല. ഫോട്ടോ എടുക്കണ എനിക്ക് ഇഷ്ടമല്ല. എടുക്കും. ഞാൻ പറഞ്ഞു കേട്ടോ. എടുക്കും. നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിയ ദിവസം ചോദിക്കാനും പറയാൻ ആരുമില്ല. എടുക്കും. അങ്ങനെ എടുക്കരുത് പ്ലീസ്. എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എടുപ്പിനൊരു അവസാനം ഇല്ലേ? നിങ്ങളിപ്പോ ഇത് മാത്രം സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തന്നെയാണ് ഇത് ചെയ്യണം, അല്ലെങ്കിൽ കല്യാണ പരിപാടിയൊക്കെ ചെയ്യോ? അല്ല, വെഡിങ് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട്. രാവിലെ കല്യാണം കഴിഞ്ഞാൽ റിസപ്ഷന് കൊണ്ടുപോയി ആൽബം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ടോ? അയ്യോ, ഞാൻ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ വരെ പോയില്ല. ചെറുക്കനും പെണ്ണ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആൽബം കൊടുത്തായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായി. കല്യാണ പന്തലിൽ നിന്ന് പെണ്ണ് കാമുകന്റെ അവിടെ ഒളിച്ചോടി പോയി. അതിന്റെ അടി മൊത്തം നിന്ന് ഞാൻ കൊണ്ട് അതോടുകൂടി ഞാൻ കല്യാണ ഫോട്ടോഗ്രാഫി നിർത്തി. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആവുമ്പോ ചേച്ചിയെ പോലെയുള്ള ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതാണ് നമ്മുടെ സന്തോഷം. അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ലാത്ത പയ്യനാണോ? നല്ല പയ്യനല്ലേ? പയ്യനാണെന്നാ പറയണേ. ഇപ്പൊ എടുത്ത ഇത്രയും ഫോട്ടോ ഇല്ലേ, അത് തന്നെ ചേച്ചി വൈറലാവും മിക്കവാറും. ആണോ? എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുവോ? എടുക്കാമല്ലോ. റേഷൻ കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ. പിന്നെ കിട്ടുമ്പോഴേ എന്റെ ചെരുപ്പ് മുതൽ തല വരെ കിട്ടണേ. പാസ്പോർട്ട് സൈസിലാ കിട്ടൂലേ? ചെരുപ്പെടുത്ത് തലയെ പിടിച്ചോണ്ടെന്നാ കിട്ടും. അത് എഡിറ്റിംഗ് ശരിയാക്കാൻ അറിഞ്ഞൂടാ. എഡിറ്റിംഗ് ഒക്കെ പണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം ഉണ്ട്. അത് AI എന്ന് പറയും. ആണോ? അതായത് ചേച്ചിയുടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഐശ്വര്യ റായി ആക്കാം. അതിനിപ്പോ AIയുടെ കാര്യം വേണ്ടേ? അപ്പൊ ചേച്ചി ഐശ്വര്യ റായി ആണോ? ഇങ്ങനെ വെച്ചാ പോരെ? കത്രീന കൈഫ്. കത്രീന കൈഫോ? ഇപ്പൊ ഒട്ട് മാറ്റിയ കത്രീന കൈഫ്. അപ്പൊ കരീന കപൂർ? അതിച്ചിരി റിസ്കാ. അടിപൊളി. ഇത്രയൊക്കെ ഉള്ള കാര്യം. സൂപ്പർ സൂപ്പർ. എന്റെ സത്യത്തില് ഞാൻ ഇത് വലിമ പറയണല്ലേ കേട്ടോ. എന്റെ നാട്ടിൽ എന്നെ എല്ലാരും വിളിക്കണേ എന്താണെന്നറിയാമോ? പേര് ഞാൻ പറയല്ലേ, കാണിച്ചു തരാം. അക്കടെ സാമി, അക്കടെ സാമി. ഓ, രശ്മിക മന്ദാന. രശ്മിക മന്ദാനയാണ് നിൽക്കുന്നത്. ഈ എഡിറ്റിംഗിൽ ഈ ഗ്ലാമർ കുറയ്ക്കാൻ വല്ല മരുന്നുണ്ടോ? ഗ്ലാമർ കുറയ്ക്കാൻ പറ്റത്തില്ല, ഗ്ലാമർ കൂട്ടാനേ പറ്റുള്ളൂ. അപ്പൊ ശരി, ഒരുപാട് സന്തോഷം. പോലെ എന്റെ ഫോട്ടോ ഒക്കെ എടുത്തല്ലേ? എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോണു? അല്ല, ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇടാം. പിന്നെ ഇവിടെയുള്ള എല്ലാ ഡ്രൈവർമാരുടെങ്കിലും ഉണ്ട്. ഇനിയിപ്പോ ഇനി അല്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അതിനൊരു കാര്യം ചെയ്യ്, എന്റെ ഇൻസ്റ്റാൾമെന്റിലേക്ക് സെൻഡ് ചെയ്യും. ലാബ് ചെയ്യുന്നതാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇട്ടേക്കാം. അപ്പൊ നീ എന്റെ ഫോട്ടോ ഒക്കെ ഇത്ര എടുത്ത് ക്യാമറയിൽ പകർത്തി
എന്റെ സുരക്ഷിതത്വം നശിച്ചു. ശരിയല്ലേ? ഞാനിപ്പോ സുരക്ഷിതയല്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്റെ ഫോട്ടോ നിന്റെ കയ്യിലുള്ളപ്പോ നീ സുരക്ഷിതനാണ്, പക്ഷെ ഞാൻ സുരക്ഷിതയല്ല. നീ സുരക്ഷിതനാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരണം. ഞാൻ ഒരാളെ തപ്പി നടക്കായിരുന്നു. നീ എന്നെ കല്യാണം കഴിക്കണം എന്ന് വെച്ചാ അല്ലാണ്ട് ഞാൻ ഒഴിഞ്ഞു പോവില്ല. ചേച്ചി ഉദ്ദേശിക്കുന്ന ഞാനും ചേച്ചിയും കൂടെ കൊളാബ് ചെയ്യുന്ന കാര്യം അത് തന്നെ, നമുക്ക് തമ്മിൽ ഇനി കൊളാബ് ചെയ്യാം. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊളാബ് ചെയ്തോളാം. അല്ല, എനിക്ക് എന്തായാലും ഒരു കൊളാബ് സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. നമുക്ക് പോട്ടാ. അയ്യോ, അവരുടെ കാര്യത്തിൽ തീരുമാനമായി. അവർ സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു പോവുകയും ചെയ്തല്ലേ. അതെ, നമുക്ക് കുറച്ച് ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ സംസാരിച്ചാലോ? ഉറപ്പായിട്ടും. ഇന്ന് രാവിലെയും കൂടെ എനിക്ക് പക്രുചേട്ടന്റെ ഫോണിൽ പകർത്തിയ പിക്ചേഴ്സ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയാൻ പോയത്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി സെൻസ് ഉള്ള ഒരാള് പക്രുചേട്ടനാണ്. അതെ, പക്രുചേട്ടന്റെ ഉള്ളിൽ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെ, അങ്ങനെ തന്നെയാണ് പഠിച്ചതും. ഒരുപാട് സ്ഥലത്ത് ഒളിഞ്ഞും തിരിഞ്ഞും പൊന്തക്കാട്ടിലും ഒക്കെ നോക്കി കുളിക്കടവിലൊക്കെ നിന്ന് ഒളിഞ്ഞ് അങ്ങ് എടുത്തതിന്റെയാണ്. അങ്ങനെയുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കോട്ടയത്ത് നിന്ന് മാറി ഇവിടെ താമസിക്കുന്നത്. അതിന് നാടുവിടലെന്നൊക്കെ നാട്ടുകാർ പറയും, പക്ഷെ ഞങ്ങൾ അങ്ങനെ അറിയില്ല. കഴിവ് തേടി പോയതാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇത് നല്ലൊരു സീനറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും എന്ന് എനിക്കൊരു ഉപദേശകനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആരേട്ടാ ചങ്ങനാശ്ശേരിയിൽ ആ കൂട്ടുകാരൻ? അല്ല, എന്റെ ഫോട്ടോഗ്രാഫിയുടെ ഞാൻ എടുക്കുന്നതിനെ പറ്റി ഇവര് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ എവിടെ ചെന്നെന്ന് പറഞ്ഞാൽ എന്നെ കിട്ടുമോ എന്നുള്ളൊരു സാധനമുണ്ട്. ടെൻഷനല്ല, ഗ്രൂപ്പിൽ വരുമ്പോ പെട്ടെന്ന് ഞാൻ താഴെ നിൽക്കുമ്പോ ഒന്നില് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പോയി പുറകോട്ട് പോയി മറിഞ്ഞു വീണിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. ഒരിക്കല് ദുബായില് ബുർജ് ഖലീഫയുടെ മുന്നിൽ പോയിട്ട് ഇത് ഫുള്ള് കിട്ടണം നിന്റെ വാശി, അതായത് ഫുള്ള് കിട്ടുകയും വേണം എനിക്ക്, ഞാൻ അതിന്റെ ചുവട്ടിൽ നിൽക്കുകയും വേണം, ഇതാണ് എന്റെ വാശി. അപ്പോൾ എനിക്കൊന്ന് നാഷിക്കണോ, വേറെ ആരോ ഒരു കോമഡിയിൽ നമ്മുടെ കൂടെ ഉള്ള ഒരാളൊരു പറഞ്ഞൊരു സാധനമുണ്ട്, എടാ നീ സൂക്ഷിക്കുന്നു, അധികം നോക്കി കഴിഞ്ഞാൽ മലന്ന് മറിഞ്ഞ് താഴോട്ട് പോകും. കാരണം അതിനറ്റം നമുക്ക് കിട്ടുന്നില്ല. എനിക്കത് ഓരോ ജനറേഷൻ വരുമ്പോഴും ഓരോ സ്റ്റൈലുകൾ ഫോട്ടോ എടുക്കുന്നതിനല്ലേ. അത് നമ്മൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ അടിക്കുമല്ലോ, ഈ ഷോക്കർ അടിക്കുമല്ലോ. അപ്പൊ ഒരു കാലഘട്ടത്തില് മറ്റേ മിമിക്രി തമ്പുരാക്കാൻ ഒന്നിക്കുന്നു. അപ്പൊ ഇങ്ങനെ പിന്നെ ഇതായി ഈ സാധനമുണ്ട്. കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇതെല്ലാം മാറി വന്നു. നേരത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ പോലും നമ്മൾ നിൽക്കുന്നതിന് നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. ചിരിക്കാണ്ട് അവര് മറ്റേത്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കാക്കനാട് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ ഭയങ്കര കളർഫുൾ ലൈറ്റൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. ഡിജിറ്റൽ അടിപൊളി ഫോട്ടോസാ. പക്ഷെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, എല്ലാവർക്കും ഒരേ പോസാണ്. ഒരു ചെടിച്ചട്ടി ഇവിടെ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് കണ്ടോട്ടാ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പോസ്. ചിരി വരുമല്ലേ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അന്ന് നമ്മള് അഭിനയിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കൂലേ, എല്ലാവർക്കും ഇതേ പോസ്റ്റിലായിരിക്കും ഡയറക്ടേഴ്സ് കാണുന്ന ഫോട്ടോ. ഇപ്പൊ പറയുന്ന ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അന്ന് ഇതുപോലെ ഓരോ ഫോട്ടോസ്, അന്നും പോർട്ട്ഫോളിയോ തന്നെ ആയിരിക്കും അല്ലേ പറഞ്ഞ, ഒരു സെറ്റ് ഓഫ് കുറെ 2-3 ഫോട്ടോസ് അടുപ്പിച്ച്. അതെ, എനിക്ക് ആ പേര് ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞില്ലേ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നത് സിനിമ മാഗസീനിലൊക്കെ ഇത് വരികയും ചെയ്യും. ചിലതിൽ അവസരങ്ങൾ തേടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ കുറച്ചുകൂടെ കാൻഡിഡിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലെ. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിലും ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മള് നെഗറ്റീവായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് പോസിറ്റീവാണ്. പണ്ട് നമ്മൾ ഒളിച്ചെന്ന് ഒരു ഫോട്ടോ, സ്ട്രീറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്തുവായാലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ അത് പച്ചയ്ക്ക് കൊണ്ടുപോയിട്ടേ നമ്മുടെ സ്ട്രീറ്റ് ഫോട്ടോ ആണ്. അത് മാത്രല്ല, ഒരു കാലത്ത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ തുടക്കത്തിലേക്ക് പെൺകുട്ടികൾക്ക് ഫോട്ടോ അത് ഇടാനൊക്കെ ഭയമായിരുന്നു. അതൊന്നുമില്ല. ആദ്യം ഒരു പൂവ്, റോസ, അറിയാലോ, പിന്നെ കണ്ണ് മാത്രം വരും. സെക്കൻഡ് സ്റ്റേജ് തേടാണ് ഈ പറയുന്ന മഴത്തുള്ളി ഉണ്ടാവും. പിന്നെ ബാക്ക് മുടി മാത്രമായിട്ട് മഴത്തുള്ളി എന്ന് വെച്ചാൽ മഞ്ഞൊക്കെ ആയിട്ട് ഈ റോസപ്പൂവിന്റെ. അശ്വതി അച്ചുവിന്റെ അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ പഴയ അങ്ങനെ നമ്മളും അവസാനം എത്തിച്ചേർന്നത് അശ്വതി ചുരുക്കത്തിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു റൂട്ട് കംപ്ലീറ്റ് നമുക്ക് കിട്ടി. ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും മികച്ച ഡയലോഗ് മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നിർത്തൂ. എന്താണ് പറയുന്നത് മഹേഷേ? ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. നമുക്ക് അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ കാണാം. അടിപൊളി 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 അടിപൊളി. ഒരു മൈക്ക് സെറ്റുകാരനായി ഇങ്ങനെ വേണം, നല്ല ആവേശമുള്ള പാട്ട്. അല്ല, ആവേശമുള്ള ഒരു സാരത്തിന്റെ ഉദ്ഘാടനമല്ലേ, അപ്പൊ ആവേശമുള്ള ഒരു പാട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും ആവേശം പോരാ, ഇങ്ങനെ ഒരു പാട്ട് ഇടുമ്പോഴേ നമ്മൾ അപ്പുറത്തെ പഞ്ചായത്ത് വരെ നല്ല ജില്ല് ജില്ല് ജില്ലന നിക്കണം. ജില്ല നിൽക്കാനേ സ്റ്റീവൻ ദേവസ്യയുടെ ഗാനമേളൊന്നുമല്ല ഇവിടെ നടക്കുന്നത്, ഉണക്ക കക്കൂസിന്റെ ഉദ്ഘാടനമല്ലേ.
ഉണക്ക കക്കൂസ. എടി, ഇതാണ് ഈ ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് ഇവിടെ കൊണ്ടുവരാൻ എന്ത് കഷ്ടപ്പെടുന്നറിയാമോ? ഈ ടോയ്ലറ്റ് ഇവിടെ ഇരുന്ന നാളെ മുതൽ എല്ലാരും ഈ ടോയ്ലറ്റിലേ പോവുള്ളൂ. നിങ്ങൾ ഈ ടോയ്ലറ്റ് എടുത്തെടുത്ത് പറയണ്ട. ഇത് ടോയ്ലറ്റ് ആണെന്ന് എനിക്കറിയാം. എടാ അതല്ലടാ, ഇതിന്റെ പേരാണ് ഈ ടോയ്ലറ്റ്. പേരാണല്ലേ? മനസ്സിലായ? ഈ ടോയ്ലറ്റിനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ടോയ്ലറ്റിനാകെ 2 വെറൈറ്റിയേ ഉള്ളൂ. എന്തോന്ന്? ഒന്ന് ഇതും പിന്നെ ഒന്ന് ദാണ്ട ഇത്. അല്ലാതെ എന്തൊരു വെറൈറ്റി ആണുള്ളത്? എടാ അങ്ങനെയല്ലെന്ന്, ഇത് ഒരുപാട് വ്യത്യാസം പ്രത്യേകതകളുള്ള ടോയ്ലറ്റ് ആണെന്ന്. ആണോ? കാര്യങ്ങളെല്ലാം റെഡിയാണ്. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഇത് അതാണ് പറയാൻ വന്നത്. മൈക്കിന് എർത്തുണ്ട്. മൈക്ക് മാറ്റി പോയി. മൈക്ക് മാറ്റാനാ? 6 മാസം കഴിഞ്ഞ് 750 രൂപ പരിപാടിയല്ലേ? ഈ മൈക്കൊക്കെ മതി. ആ. ഹലോ, എന്റെ സാറേ, നാളെ രാവിലെ 10 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഈ ചന്ദ്രിക ഇടുക്കി പഞ്ചായത്തില് സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തിരിക്കും. അയ്യോ അതല്ല സാറേ, ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നപ്പോ ഒപ്പിട്ട് പോയ ഒരു ഫയലാ. ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടുന്ന് കേറുവല്ലേ. ഓക്കെ സാർ, ശരി സാർ, താങ്ക് യു. എന്റെ സുരേഷേ, അത്യാവശ്യമായിട്ട് ഈ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം ഒന്ന് നടത്ത്. എനിക്ക് പോകാൻ അത്യാവശ്യമുണ്ട്. ആ, എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും ഉദ്ഘാടനം കഴിയാതെ അതിനകത്ത് പോകാൻ പറ്റൂല. ശ്ശോ, അതിനകത്ത് പോകുന്ന കാര്യമല്ല, എനിക്ക് ഇടുക്കിക്ക് പോകാൻ അത്യാവശ്യം ഉണ്ടെന്ന്. മേഡം, ഇതിനൊന്നും ഇടുക്കി പോകേണ്ട കാര്യമില്ല. ഇതിനേക്കാളും നല്ല ടോയ്ലറ്റ് എന്റെ വീട്ടിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഒന്ന് പോടോ ഇവിടുന്ന്. പ്രസിഡന്റിന് പ്രസംഗിക്കാനുള്ള മൈക്കൊക്കെ അല്ല, എറുത്തടിച്ചത് ഓക്കെ. എക്സ്പ്രഷൻ വേറെ എന്തോ പോലെ തോന്നി. ഇയാളെ കൊണ്ട്. അയ്യോ, ഈ ടോയ്ലറ്റ് പുഷ്പഹാരം കൊണ്ട് അലങ്കരിച്ചില്ലേ? കമ്പപ്പുരയ്ക്ക് ആരെങ്കിലും ഹാരം കൊണ്ട് അലങ്കരിക്കോ? പ്രസിഡന്റ് ഇത് എവിടെ പോയി കിടക്കുവോ? പ്രസിഡന്റ് പറഞ്ഞുണ്ട്. പ്രസിഡന്റ് പോയി. ഉപ്പലല്ല, ഉൽപ്പൽ, ഉൽപ്പലാക്ഷൻ. നീ ഇനി ഒന്നും പറയണ്ട, മനസ്സിലായോ? നീ വന്നാ, നീ എപ്പോഴും ഇങ്ങനെ അച്ഛാ പറയണ്ട. ഒന്നാമത് എന്റെ ഭാര്യക്ക് എന്നെ ഭയങ്കര സംശയമാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ അവൾ അതങ്ങ് ഉറപ്പിക്കും, മനസ്സിലായോ? വീണ്ടും അച്ഛാന്ന്. എന്റെ ദൈവമേ, ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരുത്തിയെ പിടിച്ച് ഇലക്ഷന് നിർത്തി. അവൾ അബദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. ഇതിപ്പോ കണ്ടകോടാലി ആയല്ലോ ഭഗവാന്. കൊച്ചേ, നോക്ക്, എനിക്ക് അല്ലാതെ തന്നെ 150 ഇരട്ട പേര് നാട്ടിലുണ്ട്. നീ ഇത് പറയുന്ന കേട്ട നാളെ തൊട്ട് അവന്മാര് അത് വിളിച്ചോണ്ട് കിടക്കും, മനസ്സിലായോ? സുരേഷേ, എല്ലാം ഓക്കെ ആണല്ലോ? പ്രസിഡന്റ് എല്ലാം ഓക്കെ ആണോ? ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് പോയിട്ട് ഇത്തിരി അത്യാവശ്യമുണ്ട്. പ്രസിഡന്റ്, മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. മൈക്കിന്റെ നീ എന്നെ പഠിപ്പിക്കണ്ടേ? നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ മൈക്കുമായിട്ടുള്ള ആത്മബന്ധത്തോളം മെമ്പർ ജനിക്കുന്നതിന് മുന്നേ ഉള്ള മൈക്കാണ്. അതാണ് എർത്ത് വന്നത്. അതാണ് പ്രശ്നം. എടാ, ഒരു പുതിയ മൈക്ക് വാങ്ങിച്ചു വയ്യടാ. പിന്നെ 6 മാസം കഴിഞ്ഞ് 750 രൂപ പരിപാടിയല്ലേ? ഈ മൈക്കൊക്കെ പറ്റുള്ളൂ. മെമ്പറെ, 2 അടി മാറി സംസാരിച്ചാ മതി. 2 അടി മാറി സംസാരിച്ചാ. ഹലോ ഹലോ ഹലോ, പ്രിയമുള്ളവരെ, കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഈ വാർഡിൽ ഇങ്ങനെ ഒരു ഈ ടോയ്ലറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ഭാഗ്യമുണ്ട്, സന്തോഷമുണ്ട്, ഹാപ്പിയുണ്ട്, നല്ലതുണ്ട്. അല്ല സാറേ, നീയാണാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാനാണാ പഞ്ചായത്ത് പ്രസിഡന്റ്. സാറ്, ഞാൻ ഷർട്ട് ഊരി അങ്ങ് തരട്ടാ, ചുരിദാർ അയച്ചിട്ടാ, ഞാൻ ബംഗാളി ആയിട്ട് അവിടെ നിൽക്കാം, മനസ്സിലായ? എന്റെ പ്രസിഡന്റ് ഒന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തി ഉദ്ഘാടനം ചെയ്ത് എനിക്ക് ഇടുക്കിക്ക് പോകാനുള്ളതാണ്. പ്രിയമുള്ളവരെ, അപ്പോ ഇനി ഞാൻ സമയം നീട്ടുന്നില്ല. ഈ ടോയ്ലറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യാൻ നിന്റെ അടുത്താണ് ഞാൻ പറഞ്ഞ മിണ്ടാതിരിക്കാൻ, മനസ്സിലായ? അത് ഞാനല്ല സാറേ, അതാ പ്രതിപക്ഷ പാർട്ടി. അയ്യോ, പ്രതിപക്ഷ പട്ടിയല്ല, പ്രതിപക്ഷ പാർട്ടി. എനിക്ക് റീ വരൂല സാറേ. എനിക്ക് റീ വരും. ഇങ്ങോട്ട് പോയി നിൽക്കും. അക്രമമാണ്. ഇത് ഭയങ്കര അക്രമമായി പോയിട്ടാ. വയറ് നിറച്ച് ഫുഡും കൈ നിറച്ച് കാശും തന്നിട്ട് ഇപ്പൊ അക്രമാണെങ്കിലാണ് വിളിച്ചു പറയണത്. ആർക്ക് പൈസ തന്ന്? എന്താണ്? 2 ബ്രെഡ് 1 കഷ്ണം പഴം തന്നതാണോ ഇത്ര അങ്ങ്
അത്ര വരുമല്ല ആ അത്ര വരും. എങ്ങനെ എന്താ പറയാത്ത എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ ഈ നിശ്ചലോക്കി കളയോന്ന് പറയൂലേ? സ്തംഭിപ്പിക്കും. സ്തംഭിപ്പിക്കും, സ്തംഭിപ്പിക്കും. ഞങ്ങൾ സ്തംഭിപ്പിക്കും, സ്തംഭിപ്പിക്കും. എടാ നീ ഇത് ഇവിടെ വന്ന് പറയുമെന്ന് എനിക്കറിയായിരുന്നു കേട്ടാ. എന്റെ മോളുടെ കല്യാണത്തിന് ക്യാ ബോൾ രഹേ സർ? ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ലേ, ഇവിടെ മാറിയില്ലേ കേട്ടോ സെക്രട്ടറി. എന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ അവനെ കല്യാണം ക്ഷണിച്ചു. യവനാ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന നേരത്ത് എഴുന്നേറ്റ് ഇതുപോലെ വിളിച്ചങ്ങ് കൂവി. അയ്യോ, എന്നിട്ട് കല്യാണം മുടങ്ങിയോ? എവിടെ മുടങ്ങായി? ഇവിടെ വിളിച്ച പോലെ തന്നെ അവിടെയും വിളിച്ചത്. ആർക്കും ഒന്നും മനസ്സിലായില്ല. സമരം ചെയ്യും. ആര് മരണം വരെ സമരം ചെയ്യും. ആര് ചെയ്യും? രമണി വന്ന് രമണി ചെയ്യും. ആര് ചെയ്യും? രമണി ചെയ്യും. എനിക്കൊന്നും പറ്റൂല. പിന്നെ ആര് ചെയ്യും? സ്വന്തമായിട്ട് പറഞ്ഞതല്ല, അങ്ങോട്ട് ചെയ്യണം. അയ്യോ എനിക്ക് പറ്റൂല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടി നടക്കാനിട്ട് ഒരാള് വേണ്ടേ? ആ അതല്ലേ വരാത്തത്. ആ 1000 രൂപ തന്നെ ഞാൻ ചെയ്യാം. 1000 രൂപ എന്നാ ആ കൊച്ചു വരാന്ന് കൊടുക്ക്. ഞാൻ ചെയ്യാം. 250 രൂപ തരുന്ന പോലെ പറ്റിക്കരുത്. അവൻ ചെയ്യാനോട്ട് നക്കിത്തരോന്ന് ഞാൻ ചെയ്യൂല. ഞാൻ കറക്റ്റ് 1000 തരും. അല്ലേ? നീ എന്റെ പാർട്ടിയാ അവന്റെ പാർട്ടിയാ? സാറ് പൈസ തന്ന ഞാൻ സാറിനെ പറ്റി, ഇയാൾ പൈസ തന്ന ഇയാളെ പറ്റി. ഇപ്പൊ സാറ് പറ്റി. അതെ, ഞാൻ പട്ടി, ഞാനാണ് പട്ടി. പ്രസിഡന്റ് ഇവിടെ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങളുടെയും അനീതികളുടെയും പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് നിങ്ങളോട് കണക്ക് ചോദിച്ചാൽ നിങ്ങൾ അതിന് സമാധാനം മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ അതിന് സമാധാനം പറയേണ്ടി വരും. ഞാനോ? ഞാൻ സമാധാനം പറയണോ? പിന്നെ മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ അറിവിന്റെയും പുണ്യത്തിന്റെയും വിവേകത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന അടിമത്തം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുതൽ ഞാൻ എന്ത് മറുപടി പറയണോ? അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. കട്ടകാപ്പി എന്തുവാ പ്രസിഡന്റ് ഈ കാണിക്കുന്നത്? ഉദ്ഘാടനത്തിന് വന്നെങ്കിൽ അതങ്ങോട്ട് ചെയ്യ്. എനിക്ക് ഇടുക്കിക്ക് പോകാനുള്ളതാ. ഓക്കെ, ഞാൻ മറന്നുപോയി. അപ്പൊ പ്രിയമുള്ളവരെ, ഇനിയിപ്പോ നിങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നില്ല. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. മറ്റൊന്നുമല്ല, 3 വർഷം നമ്മുടെ പഞ്ചായത്തിൽ സുദീർഘമായ സേവനം അനുഷ്ഠിച്ച ശ്രീമതി ചന്ദ്രിക മാഡം നാളെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പോൾ അവർക്ക് ഈ അവസരത്തിൽ എന്റെയും എന്റെ പഞ്ചായത്തിന്റെയും മറ്റു മെമ്പർമാരുടെ എല്ലാം അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. എന്റെ കുഞ്ഞെ, നീ പേര് കൂട്ടി ചേച്ചി എന്ന് വിളിക്കണ്ട, വെറും ചേച്ചി എന്ന് വിളിച്ചാ മതി. മറ്റേത് കേട്ടിട്ട് എന്തോ പോലെ. ചേച്ചി പ്രിയമുള്ളവരെ, അപ്പൊ ഇനി വൈകിക്കുന്നില്ല. ഞാൻ ആ ഉദ്ഘാടന കർമ്മം എന്ന പരിപാവനമായ കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പൊ തുടങ്ങാം. ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നടക്കൂല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നടക്കൂല. പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങളുടെ സമരം അതിഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുകയാണ്. കയ്യടിച്ചിട്ടില്ലേ? ടോയ്ലറ്റ് പോയെന്ന് ഞാൻ രാവിലെ പോയല്ല. അതല്ല, നമ്മുടെ ടോയ്ലറ്റ് പോയെന്ന്. അവരെടുത്തോണ്ട് പോയി. ഉദ്ഘാടനം കഴിഞ്ഞ അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ ഇതിനകത്തേക്ക് കയറി ഉദ്ഘാടന കർമ്മം പൂർണ്ണമാക്കാൻ പോകും. അങ്ങനെ നീ ഉദ്ഘാടന കർമ്മം നീ നാളെ ഉദ്ഘാടനം ചെയ്തില്ല. അതിന്റെ അകത്ത് കയറിയിട്ട് ഞാൻ മുറിക്കോടാ. അയ്യോ മക്കളെ, പട്ടിയല്ല പാർട്ടി. പാർട്ടി തന്നെ വിളിച്ചത്. ആണോ? നീ എന്നാ ബംഗാളിച്ചികളെ വിട്ടിട്ട് പട്ടിന്ന് വിളിപ്പിക്കൂടാ. അതിന്റെ അകത്ത് ഞാൻ കേറൂടാ. പ്രസിഡന്റ്
നീ നാളെ കൊടുത്തില്ലേ? ഞാനാണ് ഉദ്ഘാടനം ചെയ്യണം. അതെ, സൗണ്ട് ഒന്നും കേൾക്കില്ല. കേക്കണില്ലേ? ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാനിരിക്കണം. നേതാവേ, പ്രസിഡന്റിനെ പിടിച്ച് ഇറക്കിയിട്ട് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യ് നേതാവേ. എന്റെ പ്രസിഡന്റ് ഈ ഡോർ തുറന്ന് ആ മെമ്പറെ ചവിട്ടി വെളിയിൽ ഇറക്കും പ്രസിഡന്റ്. നീ ഒന്നങ്ങോട്ട് തിരിഞ്ഞേ. അതല്ലെന്ന്, ഇതിനകത്ത് നിന്റെ വയറൊന്ന് എന്റെ ദേഹത്ത് ഇടിക്കുന്നു. അപ്പൊ നിന്റെ വയറ് എന്റെ ദേഹത്ത് എടുക്കണില്ലേ? നിന്റെ വയറാണ് കുഴപ്പം. ഒന്നാമത്തെ കേസ് ഇതിനകത്ത് സ്ഥലമില്ല. അതിന്റെ അടുക്ക് നീ കയറി വന്നെന്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കൂലേ? പിന്നെ ഇപ്പൊ കാണിച്ചുതരാടാ. സുരേഷേ, സുരേഷേ, ഞാൻ ദാ യവനെ ചവിട്ടി വെളിയെറിയാൻ പോവാണ്. പിടിച്ചോണേ, പിടിച്ചാണ്. ഞാൻ വാതിലുറക്കാൻ പോവേണേ. ആര് പോകുമെന്നറിയണം. സുരേഷേ, എടാ ഇത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തുറക്കുന്നത്? എന്നെ ഇപ്പൊ എങ്ങോട്ട് പിടിച്ച്? ഞാൻ വലത്തോട്ട്. വലത്തോട്ടാ പിടിച്ച്? ഇടത്തോട്ടൊന്ന് പിടി എണ്ണ. ഇടത്തോട്ടാ? ഇല്ലടാ, തുറക്കാൻ പറ്റില്ല. മാറി നീങ്ങട്. സുരേഷേ, സത്യത്തിൽ ഇതെങ്ങനെ തുറക്കണ്ടത്? കുലുക്കിയിട്ട് പിടി പിടി എണ്ണ വലത്തോട്ട്. വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് പിടി. ഇടത്തോട്ട് ഞാൻ പിടിക്കൂല, ഞാൻ വലത്തോട്ടാ പിടിക്കൂല. എന്നാ പിന്നെ വലത്തോട്ട് പിടി. നടക്കണില്ല. അയ്യോ, തുറക്കാൻ പറ്റില്ലടാ. സെക്രട്ടറിയാണ് ഇത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. സെക്രട്ടറിന് ഒരു ഉത്തരം പറ. സുരേഷ്, എന്റെ വായിരിക്കുന്ന വർത്താനം കേൾക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു കോയിൻ ഇട്ടിട്ട് അകത്ത് കയറാവുള്ള, അല്ലെങ്കിൽ ലോക്ക് ആയി പോകുന്നത്. കോയിനിട്ടാലേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളായിരുന്നു അല്ലേ? അശ്ശോ, സുരേഷേ, എടാ നിന്റെ കോയിൻ ഇരിപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിടാ. വളരെ എവിടെയാണ് പൈസ? 5 പൈസ ഇല്ല. അവര് ആരോടെങ്കിലും ചോദിടാവുന്നു. ഒരു 1 രൂപ ഇറക്കാം. പിന്നെ 6 മാസം കഴിഞ്ഞ് 650 രൂപ പരിപാടിയല്ലേ? എന്റെ പൈസ ഒന്നും എടാ നീ 1 രൂപ ഇട്ടോളാ, ഞാനത് 2 മാസം കഴിഞ്ഞിട്ട് തരാം. പൈസ ഇല്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? പ്രസിഡന്റ്, ഒന്ന് നില്ല്, ഒന്ന് ശ്വാസം വിട്. നിങ്ങൾ രണ്ടുപേരും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അല്ലെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ടെക്നീഷ്യനെ വിളിക്കുന്നത്. ടെക്നീഷ്യനെ വിളിക്കുക. എനിക്ക് കറങ്ങാത്തില്ല. മക്കളെ കരയല്ലേടാ, മക്കളെ അണ്ണ നിക്കല്ലേ, കരയല്ലേടാ. ഇല്ലടാ, ശരിയാവൂടാ. സെക്രട്ടറി, ഇത് എങ്ങനെയെങ്കിലും ടെക്നീഷ്യനെ വിളിച്ചത് തുറക്കാൻ നോക്ക്. ടെക്നീഷ്യനെ ഞാൻ വിളിക്കാം. ടെക്നീഷ്യനെ വിളിക്കാൻ. പക്ഷെ 1.5 ദിവസം കഴിയും ഇത് വരാനായിട്ട്. 1.5 ദിവസം? എത്ര ദിവസം? 1.5 ദിവസം. എവിടുന്ന് പറഞ്ഞ? ചെന്നൈന്ന്. അയ്യോ പ്രസിഡന്റ്, 1.5 ദിവസം എടുക്കുമെന്ന് ചെന്നൈന്ന് വരാൻ. ചെന്നൈന്നോ? 1.5 ദിവസം? അപ്പൊ 1.5 ദിവസം ഞാൻ അവന്റെ കൂടെ ഇതിനകത്ത് നിക്കണം. അയ്യോ എടാ സുരേഷേ, ഒരു കാര്യം ചെയ്യടാ. നീ ആ പത്രക്കാരൻ TV ചാനലുകാരെയൊക്കെ ഒന്ന് വിളിയടാ. വിളിച്ചിട്ട് അവരോട് പറ, എന്റെ പാർട്ടി എവന്റെ പാർട്ടി അങ്ങ് ലയിച്ചെന്ന്. അപ്പൊ അവരുടെ പാർട്ടി നമ്മളെ പാർട്ടി ഒരു പാർട്ടി അല്ലടി, നമ്മളെല്ലാം ഒറ്റ പട്ടി. അടിപൊളി. അപ്പൊ ഇന്നലെ നമ്മൾ ഇനി അടുത്ത് കടക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി സെഗ്മെന്റിലേക്കാണ്. വൈറൽ സെഗ്മെന്റുമായിട്ട് നമുക്ക് പാട്ടിന്റെ ലോകത്തേക്ക് പോയാലോ? പിന്നെന്താ? പക്ഷെ സോഫ്റ്റ് മ്യൂസിക് ഒന്നും അല്ല, നാടൻ പാട്ടായ വൈബ് സെറ്റ് അല്ലേ? അല്ലെ? അങ്ങനെയാണെങ്കിൽ വേദിയിലേക്ക് നാടൻ പാട്ടുമായിട്ട് വരുന്നു നരേൻ പുലാപ്പറ്റ. തൊട്ടതല്ല പൊന്നാക്ക, ഞാനാരുമല്ല പൊന്നേ. തൊട്ടതു ഞാൻ നിന്നെയല്ലേ, നീ എന്നും പൊന്നല്ലേ. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാനാരുമല്ല പൊന്നേ. തൊട്ടതു ഞാൻ നിന്നെയല്ലേ, നീ എന്നും പൊന്നല്ലേ. കള്ളച്ചിരി അഴകിലോ കരിമിഴി കുസൃതിയിലോ നീ എന്നെ കൊതിപ്പിച്ചെന്നും പൊന്നാക്കിയിടുന്നു, എനിക്കഴകേകിടുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാൻ ആരുമല്ല പൊന്നേ. തൊട്ടതു ഞാൻ നിന്നെയല്ലേ, നീ എന്നും പൊന്നല്ലേ, നീ എന്നും പൊന്നല്ലേ. കറുത്തവനാണെങ്കിലും നീ ചാരെ വന്നിടുമ്പോൾ
തിളങ്ങും താരമായി മിന്നിടുന്നു ഞാൻ. കറുത്തവനാണെങ്കിലും നീ ചാരെ വന്നിടുമ്പോൾ തിളങ്ങും താരമായി മിന്നിടുന്നു ഞാൻ. നീ തന്ന സ്നേഹത്താലേ സൗഭാഗ്യമേറെയാണ്. നീ തന്നെ ജീവിതവും ജീവനും പൊന്നേ. നീ തന്നെ ജീവിതവും ജീവനും പൊന്നേ. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാൻ ആരുമല്ല പൊന്നേ. തൊട്ടതു ഞാൻ നിന്നെയല്ലേ, നീ എന്നും പൊന്നല്ലേ. നീ എന്നും പൊന്നല്ലേ, നീ എന്നും പൊന്നല്ലേ. നരേൻ ഭായ് ഹായ്, നമസ്കാരം സർ. നമസ്കാരം. നല്ല രസമായിട്ട് പാടി. താങ്ക് യു. ഇതിപ്പം എഴുതി നമ്മൾ തന്നെ സംഗീതം ചെയ്ത പാട്ടാണ്. അതെ. എങ്ങനെയുണ്ട് പ്രോഗ്രാമുകളൊക്കെ? ഇപ്പൊ ഒരുപാട് അത്യാവശ്യം വേദികൾ കിട്ടുന്നുണ്ട്. പെരിയോൻ ഹിറ്റ് ആയതിനു ശേഷം കുറച്ച് പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ വർക്കാണ്, കെട്ടുപണി, മേസ്ത്രി പണി. എപ്പോഴാണ് ഈ സമയം കിട്ടുന്നത്, എഴുതാനൊക്കെ സമയം ഇത് കിട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. പണിയെടുക്കുമ്പോൾ വരികൾ വരും, അതിങ്ങനെ വാട്സപ്പിൽ പാടിയിടും, പിന്നീട് അത് ഡെവലപ്പ് ചെയ്യും. ചേട്ടാ, ഈ ഫുൾ നെയിം പുലാപ്പറ്റെന്നല്ലേ? അത് സ്ഥലപ്പേരല്ലേ? അതെ, എന്റെ സ്ഥലപ്പേരാണ്, അതെവിടെയാ ശരിക്കും? ജന്മദേശമാണ്. അതെവിടെയാ? അതായത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തില് ഉള്ള ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് വീണ്ടും നാടൻ പാട്ട് വൈബിലേക്ക് പോവാം. കാരണം എനിക്ക് നാടൻ പാട്ട് കേൾക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ഓളം ഫീല് തോന്നിക്കുന്നത്. ഓക്കെ, ഞാൻ എന്റെ പാട്ടുകളുടെ കുറച്ച് ഒരു 2 വരി വെച്ചിട്ട് പാടാം. ചെയിൻ സോങ് പോലെ പൊളിക്കും. പുലാപ്പറ്റക്കാരനാ പെണ്ണേ, എന്റെ നാടൊരു നല്ലൊരു നാട്. ഒന്നുമില്ലാത്തവനാണേലും എൻ്റെ ഉള്ളു നിറച്ചും സ്നേഹ. പുലാപ്പറ്റക്കാരനാ പെണ്ണേ, എൻ്റെ നാടൊരു നല്ലൊരു നാടാ. ഒന്നുമില്ലാത്തവനാണേലും എൻ്റെ ഉള്ളു നിറച്ചും സ്നേഹ. ചങ്കില് പാട്ടുള്ള കാലോ എൻ്റെ ചുണ്ടില് പുഞ്ചിരി കാണാം. നെഞ്ചില് നീയുള്ള കാലോ എൻ്റെ കഷ്ടങ്ങളേറെ ഞാൻ താണ്ടാം. എൻ്റെ കഷ്ടങ്ങളേറെ ഞാൻ താണ്ടാം. പുലാപ്പറ്റക്കാരനാ പെണ്ണേ, എൻ്റെ നാടൊരു നല്ലൊരു നാടാം. ഒന്നുമില്ലാത്തവനാണേലും എൻ്റെ ഉള്ളു നിറച്ചും സ്നേഹ. എൻ്റെ ഉള്ളു നിറച്ചും സ്നേഹ. കാണാൻ കോലല്ലെന്നുള്ളൂ, കറുപ്പാണു നിറമെന്നുള്ളൂ. കരളില് കാത്തോര സ്നേഹത്താലെന്നും കൂടെ ചേരുന്നോനാം. ഈ പുലാപ്പറ്റക്കാരൻ്റെ ഉള്ളു നിറച്ചും നോവുന്ന പാട്ടുകളാം. കാണാൻ കോലല്ലെന്നുള്ളൂ, കറുപ്പാണ് നിറമെന്നുള്ളൂ. കരളില് കാത്തോര സ്നേഹത്താലെന്നും കൂടെ ചേരുന്നോനാം. ഈ പുലാപ്പറ്റക്കാരൻ്റെ ഉള്ളു നിറച്ചും നോവുന്ന പാട്ടുകളെല്ലാം. വട്ടമുഖമാ നെറ്റിയിലെ പൊട്ടിനും ചേലാം. ചന്ദനക്കുറിയും അതിലൊരു കുങ്കുമക്കുത്തും. മിന്നണതെന്താ മൂക്കുത്തി കല്ലു ചിരിക്കാം. ചെഞ്ചുണ്ടിൽ പൂക്കും പുഞ്ചിരിക്കുമെന്നു മഴകാ. വട്ടമുഖമാ നെറ്റിയിലെ പൊട്ടിനും ചേലാം. ചന്ദനക്കുറിയും അതിലൊരു കുങ്കുമക്കുത്തും. മിന്നണതെന്താ മൂക്കുത്തി കല്ലു ചിരിക്കാം. ചെഞ്ചുണ്ടിൽ പൂക്കും പുഞ്ചിരിക്കുമെന്നു മഴകാം. കാലം കാത്തുവെച്ചൊരു കാലം വന്നെത്തിവിടെ. ഇതുപോലൊരു വേദിയിൽ ഇങ്ങനെ നിൽക്കാനും മോഹിച്ചു, നിൽക്കാനും മോഹിച്ചു. പെരിയോന്റെ കൃപയാലെ ഇന്ന് ഇവിടെ എത്തി ഞാൻ. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും കണ്ടു മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം. കാണാൻ കോലല്ലെന്നുള്ളൂ, കറുപ്പാണ് നിറമെന്നുള്ളൂ. കരളിൽ കാത്തോര സ്നേഹത്താലെന്നും കൂടെ ചേരുന്നോനാ. ഈ പുലാപ്പറ്റക്കാരൻ്റെ ഉള്ളു നിറച്ചും നോവുന്ന പാട്ടുകളാ. സൂപ്പർ 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 സൂപ്പർ. എല്ലാത്തിനും ഒരു പെണ്ണിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ ചേട്ടാ. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞാണ്. 3 മക്കളുണ്ട്. മൂത്ത മകൻ 26 വയസ്സായി, രണ്ടാമത്തെ 24 വയസ്സായി, മൂന്നാമത്തെ മോളാണ് കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. കണ്ടാ പറയില്ലല്ലോ ഇത്രയും ഭയങ്കര ചെറുപ്പക്കാരനല്ലോ. ഇതിനിടയ്ക്ക് ഈ പാട്ടൊക്കെ എഴുതാൻ എങ്ങനെ സമയം കിട്ടും?
അല്ല 20ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടി. അത് ഈ പറഞ്ഞ പോലെ പ്രണയംകാരൻ തന്നെയാണ്. പ്രണയിച്ച പെണ്ണിനെ അല്ല കെട്ടിയത്, അതാണ് ഒരു ഏറ്റവും സങ്കടം. പിന്നെ കെട്ടിയ പെണ്ണ് സന്തോഷമായിട്ട് നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്റെ സപ്പോർട്ടും അവളെ തന്നെ. എന്താ വൈഫിന്റെ പേരെന്നാ? ശൈലജ. അവളെ കുറിച്ച് എഴുതാണ് വട്ടമുഖമ എന്നുള്ള പാട്ട്. ആണോ? പ്രേമിച്ച പെണ്ണിന്റെ പേരെന്തായിരുന്നു? പറയട്ടെ ചേട്ടാ. അയ്യോ അതൊക്കെ ഇനി പറയണോ? ആദ്യത്തെ പാട്ട് വയസ്സ് 49 ഞാൻ കുത്തിപ്പൊക്കാൻ പോയി കഴിഞ്ഞാൽ തല്ലുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു സിനിമാ പാട്ടും കൂടെ നമുക്ക് കേൾക്കാം അല്ലെ? ഒരു പാട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. വെറുതെ മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. നാട്ടുമാവിൽ നമ്മളോ ഞാൻ പാട്ടെറിഞ്ഞു. പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാം അലഞ്ഞു. തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. രാവിൽ പൂനിലാവിൽ പീലി നീർത്തും പുല്ലുപായിൽ പൊന്നിൻ നൂലുപോലെ നീയുറങ്ങും നേരമന്നും മനസ്സിലെ താളത്തിൽ ഒരു നുള്ളു കർപ്പൂരം തിളയ്ക്കുന്ന തീക്കുരുന്നേ നിന്നെ അന്നും ഇന്നും തൊട്ടേയില്ല ഞാൻ. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. വെറുതെ മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. താങ്ക് യു സോ മച്ച് ധനചേട്ടാ. ഗംഭീരായിട്ടായിരുന്നു. നല്ല ഫീലോടെയാണ് നമുക്ക് പാട്ടൊക്കെ പാടി തന്നത്. ഈ പാട്ട് ആര് പാടിയാലും ദാസേട്ടനെ അനുകരിച്ചുകൊണ്ടുള്ള രീതിയിലെ പാടിയേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇന്ന് വരെ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സ്വന്തം ശൈലിയിൽ
ഫുൾ ഫീലിലൊരു പാട്ട് കേട്ടു. മറന്നുവോ മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. നരേമ്പായി ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒന്നാമത്തെ ശബ്ദം നല്ലൊരു പ്രത്യേകതയുള്ള ഒരു ശബ്ദമാണ്. ഒരു തികഞ്ഞ കലാകാരനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എഴുത്തുണ്ട്, പാട്ടുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ ഇനി എന്താ ആഗ്രഹം എന്താണെന്ന് അറിയേണ്ടത്. എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ സിനിമ എത്തണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എത്തിപ്പെടട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. സൂപ്പർ സൂപ്പർ. അറിയാൻ തീർച്ചയായിട്ടും ഇതൊന്ന് ടെലികാസ്റ്റിംഗ് ആയി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ എന്നൊക്കെ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും കേട്ടോ. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ സൈഡിൽ നിന്നും ചെറിയൊരു സമ്മാനം. Okay, thank you. പ്രചോദേട്ടാ, ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ മൂന്നുപേരും സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നവരല്ലേ? നിങ്ങൾ ഒരു കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അല്ല, എന്താ പ്രശ്നം? എന്താ? ഞാൻ നല്ല മാനവും മര്യാദയായിട്ട് ഭർത്താവും പിള്ളേരുമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുവാണ്. എന്റെ വീടിന്റെ അപ്പുറത്ത് ഒരുത്തി എന്ന് കെട്ടിക്കേറി വന്നോ അന്ന് തൊട്ട് തുടങ്ങി എന്റെ കഷ്ടകാലം. എന്താണ് പ്രശ്നം? എന്താണ്? ഞാനും അവളും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ട്. എന്ത് ക്ലാഷ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ എക്സ് ലവറെയാണ് അവള് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഒന്ന് വെക്കണ്ട, എനിക്ക് അതിൽ വലിയ ഈഗോ ഒന്നും ഇല്ല. ചിലപ്പോ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോഴത്തേക്ക് ഞാനൊന്ന് പാളിയൊക്കെ നോക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി. അപ്പൊ അവള് പറയുവാ, നീ എന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റുമെങ്കിൽ നിന്റെ ഭർത്താവിനെ ഞാനും അടിച്ചു മാറ്റുമെന്ന്. ഇത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇത് കണ്ടോ? ബ്ലൗസ് ബ്ലൗസ് അല്ലേ? ആരുടെ ബ്ലൗസ്? അവളുടെ ബ്ലൗസ് എന്റെ വീട്ടില്. ഇതിനൊരു സമാധാനം പക്രു ചേട്ടൻ ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാനോ? ആ, ചേട്ടനാണോ അവളുടെ ഭർത്താവ്? അല്ലെ, ബ്ലൗസിന്റെ വിഷയത്തിലൊക്കെ ഞാനെന്ത് സമാധാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അല്ല, ഇത് പ്രശ്നക്കാരി ആരാ? പ്രശ്നക്കാരി ആരാ? പ്രശ്നക്കാരനെ വിളിക്കട്ടെ. എടി ഗീതേ, വീടിന്റെ അകത്ത് കയറിയിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇത് കട്ടക്കലിപ്പിലാണ്. നമ്മളൊക്കെ ചിരിച്ചിട്ടാ പാവം. ഇത് നിന്റെ ബ്ലൗസ് ആണോ? എന്റെ ബ്ലൗസ് കൂറ നിന്റെ ബ്ലൗസ് ആണോ? എന്റെ ബ്ലൗസ് തന്നെ ആണല്ലോ. ഈ ബ്ലൗസ് എങ്ങനെ എന്റെ വീട്ടിൽ വന്നെന്നുള്ളത് നീ സമാധാനം പറഞ്ഞാ പറ്റൂ. അത് കാറ്റടിച്ച് വന്ന് കാണും. എന്തടിച്ച്? കാറ്റടിച്ച് വന്ന് കാണും. അയ്യോ, ഇതിന് മാത്രം കാറ്റടിക്കാൻ ഇങ്ങനെ അങ്ങ് കിടക്കുവല്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞോ, ഈ ബ്ലൗസ് എങ്ങനെ എന്റെ വീട്ടിൽ വന്നു? നിനക്കിപ്പോ സമാധാനം അറിയണോ? അറിയണം. എന്നാ ഇത് ആരടിപ്പാവാടി? ഇത് ആരടിപ്പാവാടി? പറയടി. എന്റെ അടിപ്പാവടയല്ലേ? നിന്റെ അടിപ്പാവടെങ്കിലടി എന്റെ വീട്ടിനകത്ത് വന്നത്. അത് കാറ്റടിച്ച് വന്നതായിരിക്കും. ആരടിച്ചു വന്ന്? കാറ്റടിച്ച്. അതിന് മാത്രം കൊടുങ്കാറ്റോടെ വീശുണ്ടല്ലോ. ഇതിന് സമാധാനവും പക്വച്ചേട്ടൻ പറയണം. എവളടുത്ത് ഞാൻ വെല്ലു വിളിച്ച് എവളെ ഭർത്താവിനെ ഞാൻ വളയ്ക്കുമെന്ന് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി എവള് മനഃപൂർവ്വം എന്റെ വീട്ടിനകത്തുനിന്ന് ആ ബ്ലൗസ് എടുത്തോണ്ട് പോയതാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് നീ മനഃപൂർവ്വം എന്റെ വീട്ടിൽ വന്ന് ബ്ലൗസ് അടിപ്പോടെ എടുത്തോണ്ട് പോയവളല്ലേടി? നിർത്തടി നിന്റെ അട്ടഹാസം. ദേ പക്രു ചേട്ടാ, വേറൊരു കാര്യമുണ്ട്. എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭർത്താവും കൂടെ വളർത്തി വലുതാക്കിയ ഒരു തെങ്ങുണ്ട്. ഞങ്ങൾ രാവിലെ അതിന് തടം വെട്ടും, വളവിടും, വെള്ളം ഒഴിക്കും, എല്ലാം ചെയ്യും. അതിലാണെങ്കിൽ തേങ്ങയാണെങ്കിൽ ആർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാ തേങ്ങയും വിടുന്നത് ഇവളുടെ പറമ്പിൽ. ഇവൾ ഒരു ഒറ്റ തേങ്ങ എനിക്ക് തരത്തില്ല. ഞാനും എന്റെ ചേട്ടനും കൂടെ മുളകരച്ച് കഴിക്കുമ്പോ ഇവളുടെ ഭർത്താവും കൂടെ തേങ്ങ അരച്ച് ചമ്മന്തി കഴിക്കും. അയ്യോ, അത് കഷ്ടമായി പോയിട്ടോ. 5 തേങ്ങ കിട്ടുമ്പോ ഒരെണ്ണമെങ്കിലും അവർക്ക് കൊടുക്കുക. പിന്നെ അവളെ സൈഡ് ഉടനെ അങ്ങ് ചേർന്ന് എടി, ഞാൻ പറഞ്ഞതിന് മുന്നേ നീ കയ്യും കാലും ഒക്കെ കാണിച്ച് അവരെ അങ്ങ് വളച്ച് കയ്യിലെടുത്തല്ലേ? എന്റെ വീട്ടിലെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എന്റെ മണിച്ച അമ്മ എനിക്ക് ഇത്രയുള്ള ഒരു കോഴിക്കുഞ്ഞിനെ തന്നു. ഞാനത് പൊന്നെ പോറ്റി എന്ന് പറഞ്ഞ് വളർത്തി വലുതാക്കി തീറ്റയിട്ട് കൊടുത്ത് വളർന്നത് മുട്ടയിടാൻ പ്രായമായപ്പോ രാവിലെ ഞാൻ അങ്ങോട്ട് അഴിച്ചുവിടുമ്പോ എവള് എന്ന് പറഞ്ഞ് വിളിച്ച് അതിനെ അങ്ങ് കൊണ്ടുപോകും. അതാണെങ്കിൽ എവളെ വിറക് പറിക്കാത്ത ചെന്നിട്ട് ഉള്ള മുട്ട മുഴുവൻ അവിടെ ഇടും. എന്നിട്ട് എവളെ ഭർത്താവും കൂടി മുട്ട മുഴുവൻ പൊരിച്ചു തിന്നിട്ട് മുട്ടയുടെ തോടി എന്റെ പറമ്പില്. അപ്പൊ അതാരടി സമാധാനം പറയും? 5 മുട്ട കിട്ടുമ്പോ 1 മുട്ടയ്ക്ക് അങ്ങോട്ട് കൊടുക്കാം. അവളെ കണ്ടപ്പോ അങ്ങോട്ട് മതിമറന്നു
പോയല്ലേ. എന്താ തേങ്ങയുടെ കേസ് എന്താ സംസാരിക്കാത്തത്? തേങ്ങ പിന്നെ സംസാരിച്ചല്ലോ അല്ല പിന്നെ മുട്ടയുടെ കാര്യത്തിൽ നിങ്ങള് മര്യാദക്ക് എന്റെ തേങ്ങ തിരിച്ചു തന്നു. മര്യാദക്ക് നീ എന്റെ മുട്ട താടി, എന്റെ തേങ്ങ താടി, എന്റെ മുട്ട താടി, എന്റെ തേങ്ങ, എന്റെ മുട്ട, എന്റെ മുട്ട, ഹലോ എന്റെ മുട്ട. എന്റെ പൊന്നോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നാമത് ഈ നമ്മളെപ്പോഴും കണ്ടുവരുന്നതാണ് ഈ വഴക്കെന്നൊക്കെ പറയുന്നത്. ഈ താമസിക്കുന്ന സ്ഥലങ്ങളുടെ പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഇവിടെ നിന്നൊക്കെ സത്യം പറഞ്ഞൊന്ന് മാറി നിൽക്കണം. അല്ലാതെ ഇവിടെ കിടന്ന് അടുത്തടുത്ത് വീടും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കടിക്കുക. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. അല്ലെ എന്നും ഈ വഴക്കടിക്കണ നേരം കാണുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യും? അല്ല ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീടിന്റെ ഒക്കെ അടുത്ത് എന്തോരം സ്ഥലമുണ്ട്. 10 സെന്റ് എന്റെ വീടിന്റെ ഒക്കെ അടുത്ത്. ആണോ? എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു 10 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. തൊട്ടപ്പുറം മാറി 5 സെന്റ് മേടിക്കും. ആണോ? 5 എന്റെ സെന്റ് വീടിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത്. തൊട്ടപ്പുറത്ത്. ഞാൻ പറഞ്ഞേ, അതാകുമ്പം എന്തെങ്കിലും ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഒരാൾ ഇവിടെ വീട് വെച്ചു, ഇനിയിപ്പം കുളിക്കുന്ന സമയത്ത് വെള്ളം തീർന്നു പോയോ, ഒറ്റ വിളി വിളിച്ചാൽ മതി. വരുവോ? പിന്നെ ആണോ? ഇനി അവിടെ രാത്രി കറണ്ട് പോയി, ബൾബ് മാറണം, ഒറ്റ വിളി വിളിച്ചാൽ മതി, ഞാൻ ഓടി വരും. വരുവോ? പിന്നെ ഞാൻ പറഞ്ഞ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ. അല്ലാതെ എപ്പോഴും ഈ ഭർത്താക്കന്മാരുടെ പേരും പറഞ്ഞ അടിപ്പാടയും ബ്ലൗസിന്റെ കാര്യം പറഞ്ഞു മറ്റേ ചങ്ങനാശ്ശേരിക്കാരല്ലേ പറഞ്ഞത്? ചങ്ങനാശ്ശേരിലെ കാര്യം. അവിടെ സെന്റിന് വില കുറവ്. എനിക്കറിയാവുന്ന സ്ഥലം അത്. ആണോ? സെന്റിന് 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നതാണ്. ഇവൻ അവിടെ സ്ഥലം മേടിച്ചോടെ അത് 1.5 ലക്ഷം രൂപയായി. നിങ്ങളും കൂടെ ചെല്ല്, ചിലപ്പോ നമുക്ക് 75,000 രൂപയ്ക്ക് മേടിക്കാം. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോണം. അങ്ങോട്ട് വരണം. അവിടെ താമസിക്കുന്ന ഒരു പ്രശ്നവുമില്ല. എപ്പോഴും നമുക്ക് സ്നേഹമായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു പോകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ പൂതി കൊള്ളാലോ. ഞങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ട് താമസിക്കാൻ വരണം. നല്ല മനസ്സാണ് കേട്ടാ. അപ്പുറത്തും ഇപ്പുറത്തും 2 സുന്ദരിമാരെ ഇരുത്തി അങ്ങ് സുഖിക്കണം. ഞങ്ങൾ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ട്. അതൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് തീർക്കാൻ എല്ലാ ഞങ്ങൾക്ക് അറിയാം. കാര്യമുണ്ടോ? ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലൊക്കെ ഞങ്ങൾ കണ്ണിലുണ്ടികളാ. ഞങ്ങൾ അവിടുത്തെ ഞങ്ങൾ ഞാൻ കയറി വന്നെങ്കിൽ ഈ നാട്ടുകാരനെ നന്നായിട്ട് തന്നെ നോക്കണത്. പിന്നെ ഞങ്ങളെ പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. അല്ലടി, എന്നാൽ ഈ ബ്ലൗസും അടിപ്പാവടയും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു? എടി, ഇന്നലെ എന്റെ വീട്ടിലെല്ലാരും അയൽക്കൂട്ടം. ആ ലത നിന്റെ വീട്ടിൽ പോയിട്ടല്ലേ എന്റെ വീട്ടിൽ വന്നത്. അപ്പൊ അവളാണോടി ഇതൊക്കെ എടുത്തോട്ട്? എടി വാടി, ഇന്ന് അവളെ പണി നമുക്ക് തീർക്കാം. വാടി. അതെ, വാ, അവളുടെ വീട്ടിൽ പോ. ശരി കേട്ടാ, ശരിയാക്കി തരാം കേട്ടാ. Masters.